ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലിവർ വെച്ചിട്ടുള്ള നല്ലൊരു കിഡിലൻ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ബീഫിൻ്റെ ലിവർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയത്. നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. അതുപോലെ തന്നെ അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 കപ്പ് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പോലെ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് അത് 1 ടേബിൾ സ്പൂൺ പോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലിവർ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ലിവറാണ്. അത് സ്ക്വയറായി കട്ട് ചെയ്തിട്ടുള്ള ലിവറാണ്. നന്നായി കഴുകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി കഴുകി അതിൻ്റെ ചോരമഴയൊക്കെ ഒന്ന് മാറ്റിക്കതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ പോലെ ഇതുപോലെ മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുക്ക് ചെയ്യുന്ന ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നില്ല. അപ്പം ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ലിവർ എത്ര കഴുകിയാലും എത്ര ഇതാക്കിയാലും അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം എടുത്താൽ അപ്പോൾ ആ ഒരു ബ്ലഡിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ വേവിക്കാണ്ടും ചെയ്യാം, സാധാ കട്ട് ചെയ്തിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. അപ്പം എനിക്ക് ആ ഒരു ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് ലിവർ കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ലിവർ നന്നായി തണുക്കാൻ വെക്കണം. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പോലെ നമ്മുടെ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പോലെ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പോലെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ചെറിയൊരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ പോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് പോലെ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് അത് കുഴച്ച് നന്നായിട്ട് മസാലയൊക്കെ നമ്മുടെ ലിവറിലേക്ക് നന്നായി പിടിപ്പിക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് 30 മിനിറ്റ് പോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് പോലെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പോലെ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ പോലെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചില്ലി ഫ്ലെക്സ് അത് 1 ടേബിൾ സ്പൂൺ പോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം നല്ലൊരു സോസായിട്ട് വരും. അതുവരെ നമുക്കിത് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു സോസ് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ലിവർ ഒരു പീസ് കുത്തി കൊടുക്കാം.
ഇനി സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ഉള്ളി കഷ്ണം വെച്ച് കൊടുക്കാം. അതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം കഷ്ണം വെച്ച് കൊടുക്കാം. സ്ക്വയറായി അരിഞ്ഞിട്ടുള്ള തക്കാളി കഷ്ണം വെച്ച് കൊടുക്കാം. അപ്പം വീണ്ടും ഇനി നമുക്ക് ലിവർ ഇതുപോലെ കുത്തി കൊടുക്കാം. വീണ്ടും ഉള്ളിയും ക്യാപ്സിക്കും തക്കാളിയും നേരത്തെ ചെയ്തതുപോലെ കുത്തി കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ആ ലിവർ കഴിയുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 4 എണ്ണമാണ് ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നേരത്തെ കുത്തി വെച്ചിട്ടുള്ള ലിവറില്ലേ അതിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒരു പാനിൽ 2 എണ്ണം മാത്രമേ ആകുന്നില്ല. അപ്പോൾ ഞാൻ ഓയിൽ നല്ലോണം ഒഴിച്ചിന് 2 പ്രാവശ്യമായിട്ട് എനിക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ നല്ലോണം ഒഴിച്ചിട്ടുണ്ടായിന്. 3 ടേബിൾ സ്പൂൺ പോലെ ഒഴിച്ചിട്ടുണ്ടായിന്. നിങ്ങൾക്ക് വലിയ പാനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പോലെ ഒഴിച്ചിട്ട് എല്ലാ ലിവറും ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കുക്കായിട്ട് വരുമ്പം അത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും വെച്ച് കൊടുക്കണം. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് അതിൽ നന്നായിട്ട് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് തിരിച്ചും മറിച്ച് ഇങ്ങനെ ഇട്ടുകൊടുത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ലിവർ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ ബാക്കി 2 എണ്ണം കൂടി ഇല്ലേ അതും കൂടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ലിവർ വെച്ചിട്ടുള്ള ഈ ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കെച്ചപ്പും ഇതൊക്കെ സോയാ സോസൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ സോസില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ഡിഷാണ് ലിവർ വെച്ചിട്ടുള്ള ഈ ഒരു ഡിഷ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ഇൻഷാ അല്ലാഹ്.